സ്റ്റീവ് ജോബ്സിൻ്റെ കഥ തന്നെ പറഞ്ഞാൽ അത് രസമായിരിക്കും കേൾക്കാൻ. പ്രധാനമായിട്ടും പറയുന്നത് അദ്ദേഹം കമ്പനി സ്ഥാപിച്ചു, അത് തുടങ്ങി, അതൊരു സക്സസ് ആയതിനു ശേഷം കുറച്ച് പ്രോബ്ലമായിട്ട് അദ്ദേഹം പോയി, അവിടുന്ന് വേർപിരിയേണ്ട അവസ്ഥ വന്നു. എന്നിട്ട് അദ്ദേഹം പോയി കഴിഞ്ഞ് മറ്റൊരു കമ്പനി സ്ഥാപിച്ചു. അപ്പോൾ ആ കമ്പനി അദ്ദേഹത്തിൻ്റെ പ്രത്യേകം അദ്ദേഹം തൊടുന്നതെല്ലാം പൊന്നാക്കുക എന്ന് പറയുന്നതാണ് കാണുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ അടിപൊളിയായിട്ട് സംഭവം സക്സസ് ആക്കി. അപ്പോൾ ഈ കമ്പനി, പഴയ കമ്പനി ആപ്പാട് കുളമായി, പ്രശ്നമായി. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും സ്റ്റീവ് ജോബ്സിനെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രസൻറ്റിലുണ്ടായിരുന്ന കമ്പനി ഇവർ വിലയ്ക്ക് വാങ്ങുകയും സ്റ്റീവ് ജോബ്സിൻ്റെ സർവീസ് പ്രയോജനപ്പെടുത്തുകയും അങ്ങനെ ആപ്പിൾ വികസിക്കുകയും ലോകത്തിൽ കംപ്ലീറ്റ് ആകുകയും ചെയ്തു. മൈക്രോസോഫ്റ്റുമായിട്ട് വരെ അദ്ദേഹം അതുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുക. അതാണ് കൊളാബറേഷൻ. നമ്മൾ ഇന്നത്തെ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു സംഭവമാണ് കൊളാബറേഷൻ. കോമ്പറ്റീഷൻ മാറി കൊളാബറേഷൻ ആകുക. ഇപ്പോൾ ബിസിനസ് ലോകത്തൊക്കെ ഇന്ന് നടക്കുന്ന അങ്ങനെ ഒരു സംഭവം അല്ലേ. ഈ സ്റ്റീവ് ജോബ്സിൻ്റെ ഒക്കെ ഈ മൈക്രോസോഫ്റ്റുമായിട്ട് അവർ കൊളാബറേറ്റ് ചെയ്യുക ചെയ്തത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിഞ്ചാച്ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വഴക്കുണ്ടാക്കി പിരിയല്ല, ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടതും. അത് തന്നെയാണ്, ഒന്നിച്ച് നിൽക്കുക, കൊളാബറേറ്റ് ചെയ്യുക.